ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഫേസിലെ ഡൾനെസ് മാറാനും ഫേസ് നല്ല ഗ്ലോ ആൻഡ് ഷൈനി ആകാനും ഹെൽപ്പ് ചെയ്യുന്ന ഒരു അടിപൊളി ഫേസ് പാക്ക് ആണ് ട്രൈ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇത് റിമൂവ് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും എന്തുമാത്രം ചേഞ്ചസ് ഉണ്ട് എന്നുള്ളത്. ആ ഒരു ഗ്ലോ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. നമുക്ക് ഫേസ് കുറച്ച് കരിവാളിപ്പൊക്കെ ആയിട്ടിരിക്കുവാണ്, ടാനൊക്കെ ആയിട്ടിരിക്കുവാണ്. അങ്ങനെയുള്ള സമയത്ത് നമുക്ക് ധൈര്യമായിട്ട് യൂസ് ചെയ്യാവുന്ന ഒരു ഫേസ് പാക്കാണിത്. ഇതിന് ആദ്യം വേണ്ടത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിസ്സാരമായെന്ന് നമ്മൾ വിചാരിക്കുന്ന ഭയങ്കര നിസ്സാരമായിട്ട് നമുക്ക് കിട്ടുന്ന ഓട്സ് ആണ് കേട്ടോ. ഓട്സ് പൊടിപ്പിച്ച് വെക്കുക. നല്ല കുറച്ച് എമൗണ്ട് എടുത്ത് പൊടിപ്പിച്ച് വെച്ചേക്കുവാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് യൂസ് ചെയ്യാമല്ലോ. ഒരു 1-2 സ്പൂൺ ഓട്സ് ഞാൻ എടുക്കുന്നുണ്ട്. അത് ഡിപ്പെൻഡ്സ് ഓൺ നിങ്ങളുടെ യൂസ് അനുസരിച്ചിട്ടിരിക്കും. നെക്കിൽ നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് നിങ്ങൾ എടുക്കുക. അതുപോലെ തന്നെ അതിലേക്ക് എഗ്ഗ് വൈറ്റ് ആണ് യൂസ് ചെയ്യുന്നത്. എഗ്ഗ് വൈറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു മുട്ടയുടെ എഗ്ഗ് വൈറ്റ് ആണ് എടുക്കുന്നത്. അത് നല്ല തിക്ക് പേസ്റ്റ് ആയിട്ട് നിങ്ങളത് മിക്സ് ചെയ്തെടുക്കണം. ആ മിക്സിങ്ങിലാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഫേസ് പാക്കിൻ്റെ എല്ലാം ഇരിക്കുന്നത്. അപ്പോൾ പ്രത്യേകം നമ്മളിപ്പോൾ നമ്മൾ മുട്ടയൊക്കെ ബീറ്റ് ചെയ്തെടുക്കത്തില്ലേ, ആ രീതിയിൽ തന്നെ നല്ല രീതിക്ക് നമ്മൾ മിക്സ് ചെയ്ത് ആ ഒരു ക്രീമി പേസ്റ്റ് പോലെ ആക്കി എടുക്കണം. മുട്ട നമ്മൾ കുറച്ച് നേരം അടിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു രീതിയിലേക്ക് ആയിക്കോളും നമ്മൾ ഏത് ഫേസ് പാക്കിന് എടുക്കുന്ന സമയത്തും. അപ്പോൾ അത് ശ്രദ്ധിച്ച് നല്ല രീതിയിൽ ബീറ്റ് ചെയ്തെടുക്കുക. ഇൻ കേസ് നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ഫോർക്കൊക്കെ വെച്ച് ബീറ്റ് ചെയ്യുവാണെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും. ഇപ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന സ്പൂണാണ്. അപ്പം ആ രീതിക്ക് കുറച്ച് അധികം നേരം നമ്മൾ ബീറ്റ് ചെയ്യേണ്ടി വരും. എന്നാലേ നിങ്ങൾക്ക് ആ ഒരു ക്രീമി ടെക്സ്ചറിലേക്ക് സാധനം വരത്തുള്ളൂ. നമ്മൾ ഫേസ് വാഷ് ചെയ്തതിന് ശേഷം നെക്കിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ നെക്കും ഒന്ന് ഫേസ് വാഷ് വെച്ചിട്ട് ഒന്ന് നെക്കും വാഷ് ചെയ്യുക, അതുപോലെ ഫേസും വാഷ് ചെയ്യുക. എന്നിട്ട് നല്ല ക്ലീൻ ആയിട്ടുള്ള ഫേസിലേക്ക് മാത്രമേ നമ്മൾ ഫേസ് പാക്കുകൾ എപ്പോഴും ഇട്ട് കൊടുക്കാവുള്ളൂ. അല്ലാതെ ഭയങ്കര ഡേർട്ടി ആയിട്ടിരിക്കുന്ന ഇതിലോട്ട് നമ്മളൊരു ഫേസ് പാക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആക്നീസ് പിമ്പിൾസ് ഒക്കെ വരാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ എന്താണോ നമ്മുടെ പ്രശ്നം അത് കൂടുതൽ കുളമാകാനും ഒക്കെ സാധ്യതയുണ്ട്. അപ്പോൾ ഈ ഒരു ക്രീമി പരുവം നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. നമ്മൾ ഈ അപ്പത്തിനൊക്കെ കുഴയ്ക്കുന്ന പോലത്തെ ആ ഒരു രീതിയിൽ മുട്ടയാണെന്നും പറയാത്ത രീതിയിൽ ആ ഒരു ക്രീമി ടെക്സ്ചറിലേക്ക് സാധനം വന്നിട്ടുണ്ട്. ഇതാണ് എൻ്റെ കറക്റ്റ് പരുവം എന്ന് പറയുന്നത്. സോ നമ്മൾ ഈ ഒരു പരുവത്തിൽ വേണം നമ്മുടെ ഫേസിലേക്ക് നമ്മളിത് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓട്സ് നമ്മുടെ സ്കിൻ മോയ്സ്ചറൈസ് ചെയ്യും, ഡീപ്പ് ക്ലീൻ ചെയ്യാൻ വേണ്ടി സഹായിക്കും. ഇപ്പോൾ എന്തെങ്കിലും അഴുക്കൊക്കെ ഉണ്ടെങ്കിൽ ഓട്സ് നമുക്ക് ആ ഒരു ഡീപ്ലി ക്ലിയർ ചെയ്തിട്ട് എല്ലാ സാധനങ്ങളും ഈ പറഞ്ഞ ഡേർട്ടൊക്കെ ഉണ്ടെങ്കിൽ അതിനെ ഡീപ്ലി ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് നല്ലതാണ്. അത് മാത്രമല്ല കൊളാജൻ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഓട്സ് ഹെൽപ്പ് ചെയ്യും. അതുവഴി ഭയങ്കര സ്കിന്നിൻ്റെ കോംപ്ലക്ഷൻ ഇമ്പ്രൂവ് ചെയ്ത് നമുക്ക് ആ ഒരു ഇൻസ്റ്റൻറ്റ് ഗ്ലോ നമുക്ക് ഫേസിന് തരും. അത് നമ്മുടെ ഓട്സ് ആണ് ചെയ്യുന്നത്. എഗ്ഗ് വൈറ്റ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫേസിൽ ചെറിയ ചെറിയ സുഷിരങ്ങളുണ്ടല്ലോ, നമ്മുടെ ആ ഒരു പോഴ്സിനെ ടൈറ്റൻ ചെയ്യും. അതായത് ഇപ്പോൾ നമുക്ക് സെബം പ്രൊഡക്ഷനൊക്കെ ഭയങ്കര കൂടുതലായിട്ടുള്ള ആൾക്കാരിൽ ആ ഒരു സെബം പ്രൊഡക്ഷൻ നല്ല രീതിക്ക് കുറയ്ക്കും. അങ്ങനെ നമുക്ക് ആ സെബം പ്രൊഡക്ഷൻ കുറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് ആക്നി പിമ്പിൾസ് ഒക്കെ വരാനുള്ള സാധ്യതകൾ കുറയും. ഫേസ് നമ്മുടെ ഓയിലി ആവത്തില്ല കൂടുതൽ. അതുപോലെ തന്നെ പോഴ്സിനെ ടൈറ്റൻ ചെയ്യും. ഇപ്പോൾ ഭയങ്കര ചില ആളുകൾക്ക് ഉണ്ടാവും വലിയ ആക്നീസൊക്കെ വന്നിട്ട് വലിയ പോഴ്സ് ആയിട്ടുണ്ടാവും. ചില ആൾക്കാർക്ക് ചെറിയ പോഴ്സ് ആയിരിക്കും. ഓക്കെ. അപ്പം അങ്ങനെയുള്ള ആ ഒരു പോഴ്സിൻ്റെ ഇഷ്യൂ ഒക്കെ ഉള്ള ആൾക്കാർക്ക് ഈ മുട്ട ഭയങ്കര നല്ലതാണ്. നമ്മുടെ ഫേസിൽ സ്ഥിരമായിട്ട് നമ്മൾ ഈ ഫേസ് പാക്കിൽ എഗ്ഗ് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ പോഴ്സൊക്കെ ഒന്ന് മിനിമൈസ് ആകാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഫേസ് വൈറ്റനിങ്ങിനും മുഖത്തെ ചുളിവുകളൊക്കെ മാറാൻ വേണ്ടിയിട്ടും ഈ എഗ്ഗ് വൈറ്റ് നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. മുഖത്ത് നന്നായിട്ട് നമ്മളിത് അപ്ലൈ ചെയ്യുന്നത് വരെ ശരിക്കും ഫുൾ അപ്ലൈ ചെയ്യുക. നമ്മളിപ്പോൾ നെക്കിൻ്റെ ഏരിയയൊക്കെ വിട്ടു പോവാതിരിക്കുക. അതുപോലെ ചിലർക്ക് ഈ ചെവിയുടെ ആ ഒരു ഏരിയയിലോട്ടൊക്കെ ഇടത്തില്ല. ചിലപ്പോൾ നെക്കിൻ്റെ ഇങ്ങനെ ഒരു ചെറിയൊരു പോർഷൻ വേണ്ടി മാത്രമായിരിക്കും ഇടുന്നത്. പക്ഷേ നമുക്ക് ആ ഒരു ഇയറിൻ്റെ പോർഷനും കൂടെയൊക്കെ ഇടുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ചേഞ്ച്, ഇപ്പം അൺഈവൻ സ്കിൻ ടോൺ ആണെങ്കിൽ അതൊന്നെ ഒന്ന് ഈവൻ ആക്കി എടുക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. നല്ല രീതിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ആക്നീസിൻ്റെ പാടൊക്കെ ഉണ്ടെങ്കിൽ ആ ഒരു ഏരിയ കോൺസെൻട്രേറ്റ് ചെയ്ത് നല്ല രീതിയിൽ അത് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ ബെനിഫിറ്റും അങ്ങനെ അത്രയും നല്ല രീതിയിൽ നമുക്ക് കിട്ടും. ഫുൾ അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മൾ നല്ല രീതിയിൽ ഡ്രൈ ആകാൻ വെക്കുക. അതിനുശേഷം മാത്രം വാഷ് ചെയ്ത് കളയുക. നല്ല തണുത്ത വെള്ളത്തിൽ വാഷ് ചെയ്ത് കളഞ്ഞാൽ മതി. ഈ പറഞ്ഞ പോലെ ഭയങ്കര ചൂടുവെള്ളത്തിൽ വാഷ് ചെയ്ത് കളയണം അങ്ങനെ യാതൊരു നിർബന്ധവുമില്ല ഇതിന്. നല്ല രീതിയിൽ അപ്ലൈ ചെയ്യുക. നല്ല രീതിയിൽ അപ്ലൈ ചെയ്ത് ഒരു 20 മിനിറ്റ്, മിനിമം ഒരു 20 മിനിറ്റ് നമ്മൾ ഫേസിൽ ഇത് വെച്ചതിന് ശേഷം മാത്രം വാഷ് ചെയ്യുക. കാരണം ടൈറ്റനിങ്ങിന് വേണ്ടിയിട്ട്, ഇപ്പോൾ പോസ്റ്റ് ടൈറ്റനിങ് അല്ലെങ്കിൽ വൈറ്റനിങ്ങിനൊക്കെ വേണ്ടി യൂസ് ചെയ്യുമ്പോൾ ആ എഗ്ഗിൻ്റെ ഗുണം കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മളതൊന്ന് ഡ്രൈ ആവുന്നവരെ ഫേസിൽ വെച്ചുകൊണ്ടിരിക്കുകയും വേണം. തന്നെയല്ല നമ്മളിത് ഫേസിൽ എന്ത് ഫേസ് പാക്ക് ഇട്ടാലും, ഇതിപ്പോൾ എസ്പെഷ്യലി ഇത് വന്നിട്ട് മുട്ടയുടെ ആകുമ്പോൾ നമുക്ക് കുറച്ചും കൂടി നമുക്കൊരു വലിച്ചിലുണ്ടാവും നമ്മുടെ ഫേസിൽ.
അപ്പോൾ ആ വലിച്ചിലോട് കൂടി നമ്മൾ ഒരിക്കലും ഫേസ് പാക്ക് ഇട്ടുകൊണ്ട് സംസാരിക്കാനോ അല്ലെങ്കിൽ ചിരിക്കാനോ അങ്ങനെ ഒന്നും നിൽക്കരുത്. എന്താണോ നമ്മുടെ ഫേസ് കൂടുതലും അനക്കാണ്ട് തന്നെ വെക്കുക. കാരണം വ്രിങ്കിൾസൊക്കെ മാറാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഫേസ് പാക്ക് തന്നെ ഇടുന്നത്. വ്രിങ്കിൾസ് ചെറിയ നമ്മളെ ഈ കവളിൻ്റെ എവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ ചിരിച്ച് ഇവിടെ ചെറിയൊരു പാട് വന്നിട്ടുണ്ടാകും. അതുപോലെ ഈ കണ്ണിൻ്റെ സൈഡിൽ കവളിൻ്റെ ഏരിയയിലൊക്കെ ചെറിയ ചെറിയ വ്രിങ്കിൾസ് പോലെയൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഏജിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് നല്ല ഡിഫറൻസ് ഉണ്ടാകും ഈ ഒരു എഗ്ഗ് എന്ന് പറയുന്നത്. സോ ആ ഒരു ഇത് നിങ്ങൾക്ക് ഈ എഗ്ഗിൻ്റെ ആ ഒരു ഗുണം കിട്ടണമെങ്കിൽ നിങ്ങൾ കുറച്ചുകൂടെ ഡ്രൈ ആവുന്നവരെ വെക്കണം. നിങ്ങൾ വാഷ് ചെയ്യുന്ന സമയത്ത് ഞാൻ ആദ്യമേ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പം ഞാൻ പാക്ക് ഇടുന്ന ആ ടൈമിൽ നിങ്ങൾ ഫേസ് കണ്ടതാണ്. അത് റിമൂവ് ചെയ്യുന്ന സമയത്ത് നോക്കിക്കുക എന്തോരം ഡിഫറൻസ് ആണെന്ന്. എനിക്ക് അക്നീസിൻ്റെ വന്നിട്ട് ചെറിയ പാടുകൾ അതിപ്പോഴും മാറി മാറി വരുന്നതേ ഉള്ളൂ. ആ പാടുകൾ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ ഫേസിൻ്റെ ഒരു കോംപ്ലക്ഷൻ മാറിയത് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. നല്ല രീതിക്ക് ചേഞ്ച് ആയിട്ടുണ്ട്. എൻ്റെ ആ നെറ്റിയുടെ കുറച്ച് പോർഷനിൽ കണ്ടോ, ഞാൻ ആ ഒരു ഫേസ് പാക്ക് ഇടാത്ത ആ ഒരു ഏരിയയും ഇട്ട ഒരു ഏരിയയും തമ്മിലുള്ള ഡിഫറൻസ് ഒന്ന് ചെറുതായിട്ട് നിങ്ങൾ നോക്കിക്കുക. അപ്പോൾ തന്നെ മനസ്സിലാകും എന്തോരം വിസിബിൾ റിസൾട്ടാണ് നമുക്ക് കിട്ടിയേക്കുന്നത്. അടിപൊളി ഒരു ഫേസ് പാക്കാണിത്. വെറും രണ്ട് പ്രൊഡക്റ്റ് മാത്രം യൂസ് ചെയ്തിട്ടാണ് നമ്മളിത് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇപ്പം ഓട്സ് ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിനകത്ത് വീറ്റ് ഫ്ലോർ ഉണ്ടല്ലോ, നമ്മുടെ ഗോതമ്പ് പൊടി യൂസ് ചെയ്യാവുന്നതാണ്. ഗോതമ്പ് പൊടിയൊന്നും ആർക്കും അങ്ങനെ അലർജിയൊന്നും ഉണ്ടാക്കത്തില്ല. എഗ്ഗിൻ്റെ കൂട്ടത്തിൽ അരിപ്പൊടിയും വേണമെങ്കിൽ യൂസ് ചെയ്യാം. പക്ഷേ അപ്പോൾ തരിപ്പൊടി അല്ലാത്തത് കൊണ്ട് ചിലപ്പോൾ ഇങ്ങനൊരു ബെനിഫിറ്റ് നമുക്ക് കിട്ടണം എന്നില്ല. അതിന് കുറച്ചും കൂടെ ഓട്സിനേക്കാളും ഓട്സ് നിങ്ങൾക്ക് ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ലത് ഗോതമ്പ് പൊടിയായിരിക്കും. ഇല്ലയെന്നുണ്ടെങ്കിൽ ഓട്സ് തന്നെ നിങ്ങൾ ചെയ്യുക. അടിപൊളി റിസൾട്ടാണ്. കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. ഞാൻ കൂടുതൽ പറയേണ്ട ആവശ്യമേ ഇല്ല. അടിപൊളി എന്ന് വെച്ചാൽ അടിപൊളിയാണ്. ഫേസിൽ നമ്മൾ ഇങ്ങനെ വൈപ്പ് ചെയ്തെടുക്കണം എന്ന് യാതൊരു നിർബന്ധവും ഇല്ല. വൈപ്പ് ചെയ്തെടുക്കുന്നതിനേക്കാൾ നല്ലത് ഫേസ് വാഷ് ചെയ്യുന്നത് തന്നെയാണ്. അപ്പം ഞാൻ വൈപ്പ് ചെയ്ത് കാണിക്കുമ്പോഴാണല്ലോ നിങ്ങൾക്ക് കുറച്ചും കൂടെ റിസൾട്ട് വിസിബിൾ ആവുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു രീതി ഫോളോ ചെയ്തേക്കുന്നത്. ഇങ്ങനെ ചെയ്യുന്നതും നല്ലതാണ്. ചിലപ്പോൾ നമുക്ക് ആ ഒരു നമ്മളിതിങ്ങനെ ഒരു തുണി വെച്ചിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കോട്ടൺ പാഡ് വെച്ച് നമ്മളിങ്ങനെ തൂത്തെടുക്കുന്ന സമയത്ത് നമുക്ക് അത്രയും കൂടെ ഒരു മസാജിങ് എഫക്റ്റാണ് നമ്മുടെ ഫേസിന് കിട്ടുന്നത്. അതും നമ്മുടെ ഫേസിന് നല്ലത് തന്നെയാണ്, മോശമായിട്ടൊന്നുമില്ല. സോ നിങ്ങൾക്ക് ഏതാണോ കൺവീനിയൻ്റ് ആയിട്ട് തോന്നുന്നത് ആ രീതി നിങ്ങൾക്ക് ഫോളോ ചെയ്യാവുന്നതാണ്. പിന്നെ ഞാൻ എപ്പോഴും മറന്നു പോകുന്നൊരു കാര്യമാണ്, നമ്മൾ ഫേസ് പാക്ക് ഇടുന്ന സമയത്ത് മൂക്കുത്തിയുടെ ആ ഒരു ഏരിയ, മൂക്കുത്തിയുള്ള ആളുകൾ മൂക്കുത്തിയുടെ മണ്ടയിലൊന്നും ഇത് തേച്ച് വെക്കരുത്. എൻ്റെ മൂക്കുത്തി കണ്ടാലേ മനസ്സിലാവും അത് ഞാൻ ഫേസ് പാക്ക് ഇട്ട് കുളമാക്കി വെച്ചിരിക്കുകയാണ്. അത് കുറച്ച് ടഫാണ്, അങ്ങനെ ചെയ്യരുത്. ഞാൻ എപ്പോഴും മറന്നു പോകും, ഈ മൂക്കുത്തിയുടെ കാര്യമേ മറന്നു പോകും. അപ്പോൾ എന്തായാലും ഇതേ ഒരു ഫേസ് പാക്കിൻ്റെ ഒരു ബെനിഫിറ്റ് എന്ന് വെച്ചിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്ത് സ്കിൻ ഒട്ടും ഡ്രൈ ആക്കത്തില്ല. അത് നമ്മുടെ ഓട്സ് മോയ്സ്ചറൈസ് ചെയ്ത് വെക്കും എന്ന് പറയുന്നത് അടിപൊളിയായിട്ട് അത് ചെയ്യുന്നുണ്ട്. ഓട്സ് നമുക്ക് ഫേസ് എപ്പോഴും നല്ല മോയ്സ്ചറായിട്ട് വെക്കും. ആ ഒരു ഡ്രൈനെസ് ഒന്നും ഉണ്ടാക്കത്തില്ല. പൊതുവേ നമ്മൾ ഇങ്ങനത്തെ ഒരു ഫേസ് ഇങ്ങനെ ഭയങ്കര ടൈറ്റൻ ചെയ്യുന്ന സാധനങ്ങളൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരു ഡ്രൈനെസ് ഉണ്ടാവും. നമ്മുടെ ഫേസ് കുറച്ചൊന്നും ഇങ്ങനെ വര വീഴുന്ന പോലത്തെ ഒരു അവസ്ഥയിൽ എത്തിയിട്ടുണ്ടാവും. പക്ഷേ ഇത് അങ്ങനെയേ ഇല്ല. അതുപോലെ ഫേസ് നല്ല ക്ലീൻ ആക്കിയിട്ടുണ്ടാവും. അത് രണ്ടും നമ്മുടെ ഓട്സ് ചെയ്യുന്ന പരിപാടികളാണ്. ഫേസ് ക്ലീൻ ആക്കുന്നതും അതുപോലെ തന്നെ ഫേസിൻ്റെ ആ ഒരു മോയ്സ്ചറൈസ് ആ ഒരു സെറ്റപ്പ് ഹൈഡ്രേറ്റ് ആയിട്ട് വെക്കുക. ആ സാധനം ചെയ്യുന്നത് നമ്മുടെ ഓട്സാണ്. അടിപൊളി റിസൾട്ടാണ്. ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റിസൾട്ട് കിട്ടുന്ന അല്ലെങ്കിൽ ഈ ഒരു പാക്ക് ആർക്കൊക്കെ വേണ്ടിയിട്ടാണെന്നുള്ളതും കൂടെ ഞാൻ സ്പെസിഫൈ ചെയ്ത് പറയാം. ആരൊക്കെയാണോ ആക്നി പ്രോബ്ലം കൊണ്ട് ബുദ്ധിമുട്ടുന്നത്, അല്ലെങ്കിൽ വ്രിങ്കിൾസ്, പോൾസിൻ്റെ ഇഷ്യൂ, അങ്ങനെയുള്ള ആൾക്കാർക്ക് ധൈര്യമായിട്ട് യൂസ് ചെയ്യാവുന്ന ഒരു ഫേസ് പാക്കാണിതെന്ന് പറയുന്നത്. ബോണസ് പോയിന്റ് എന്ന് വെച്ചാൽ നിങ്ങളുടെ ഫേസ് വൈറ്റനിങ്ങും കിട്ടും. ഇതിൻ്റെയൊക്കെ കൂട്ടത്തിൽ ഫേസ് ഒന്ന് വൈറ്റൻ ആകുകയും കൂടെ ചെയ്യും ഈ ഒരു ഫേസ് പാക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. റിസൾട്ട് അടിപൊളിയാണ്. വീഡിയോ നിങ്ങളെല്ലാവരും ഈ ഒരു പാക്ക് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.